ഇന്ത്യൻ 2 ആക്ച്വലി ഇന്ത്യൻ 2 റിലീസായിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി ചിലപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു പടം കാണാൻ ആഗ്രഹിക്കുന്നു, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് സിനിമകൾ പോലെ ഇത് ആക്ച്വലി ഒരു ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരൊറ്റ റീസണേ ഉള്ളൂ. പലർക്കും ഇതൊരു ശങ്കർ സിനിമ, അല്ലെങ്കിൽ ഒരു കമൽഹാസൻ സിനിമ, അല്ലെങ്കിൽ ഒരു അനിരുദ്ധ് മ്യൂസിക്കുള്ള ഒരു സിനിമ, അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഹൈ ആകാനുള്ള കാരണം. ഈ ഒരു കാരണങ്ങളെല്ലാം എന്നെ എക്സൈറ്റ് ചെയ്യിച്ച തന്നെയാണ്. പക്ഷേ അതിലുപരി ഒരു കാര്യം കൂടെ. ആദ്യം ശങ്കർ പടം അല്ലെങ്കിൽ കമൽഹാസൻ അതിനെപ്പറ്റി ഒന്ന് പറയണം. ശങ്കർ എന്ന് പറയുന്നൊരു ഡയറക്ടർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന വിഷ്വൽസ് അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ടെക്നിക്കുകൾ യൂസ് ചെയ്യാതെ കൂടുതലായിട്ട് ആൾക്കാരെ അത് ഒരു ബിഗ് സ്ക്രീനിൽ എന്തൊക്കെ കണ്ട് നമ്മൾ വാവ് എന്ന് പറയുന്ന രീതിയിൽ എന്തൊക്കെ കാണിക്കാവോ അതൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ എന്ന് പറയുന്ന സിനിമ, അത് ചൈനയിൽ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ ചൈനയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ആവശ്യമില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വിഷ്വൽ സൈഡ് നമുക്ക് ആ ഒരു സിനിമ ഒരു പോയിന്റിൽ തരുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷണറി എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ലാർജ് ദാൻ ലൈഫിൽ അദ്ദേഹം ചിന്തിക്കൂ, അത് ആൾക്കാരിലേക്ക് എത്തിക്കാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ എനിക്ക് ഒരുപാട് പണം അദ്ദേഹം കളയുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. റീസെൻ്റ്ലി വന്ന പടങ്ങളെല്ലാം ഒരുപാട് നമുക്ക് വേണേൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഈ ഒരു പടം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പടത്തിൻ്റെ ഒരു 28 വർഷത്തിന് ശേഷം ഒരു സീക്വൽ ഇറക്കാമെന്ന് പറയുന്നത് എനിക്കൊന്ന് ലോക സിനിമയിൽ ചിലപ്പോൾ ആദ്യമായിരിക്കാം. പിന്നീട് വരുന്നത് കമൽഹാസൻ സാർ. ഓഫ് കോഴ്സ് അദ്ദേഹത്തിനെ പറ്റി പറയണം. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം എടുക്കുന്ന എന്താ പറയാം, അഭിനയത്തെ പറ്റിയൊന്നും പറയാൻ എനിക്കൊന്നും ഒരു അർഹതയില്ല. അദ്ദേഹം എടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പോലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും അപ്ഡേറ്റഡ് ആയ നോളജ്, സിനിമയെ പറ്റിയുള്ള ഒരു നോളജും അദ്ദേഹത്തിന് വളരെ വലുതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, അദ്ദേഹം തന്നെ അഭിനയിച്ച ഒരു വലിയൊരു ഐക്കോണിക് ക്യാരക്ടറിൻ്റെ സീക്വൽ അദ്ദേഹം തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നു. അതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. പിന്നീട് അനിരുദ്ധ്. ഓഫ് കോഴ്സ് അദ്ദേഹം ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ ഒരു പടമാണെങ്കിലും അനിരുദ്ധി നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ചുമ്മാ ഒരു നടന്നു പോകുന്ന റീൽ എടുക്കുക, അനിരുദ്ധിൻ്റെ മ്യൂസിക് കയറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു റേഞ്ച് മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ AR റഹ്മാൻ സാറ് ചെയ്തൊരു അദ്ദേഹം ഇന്ത്യൻ ഫസ്റ്റിൽ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീക്വലിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വരുമ്പോൾ അതിന് എന്താ പറയുക, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്ന മാറ്റത്തിൽ മ്യൂസിക്കിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണ് അനിരുദ്ധ്. അപ്പോൾ ആ അനിരുദ്ധ് തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. അനിരുദ്ധിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ചലഞ്ചുമായിരുന്നിരിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകളും മ്യൂസിക്കും ഒക്കെ ഭയങ്കര ഇതിലുണ്ട്. നമ്മുടെ AR റഹ്മാൻ സാർ ചെയ്ത കുറച്ച് മ്യൂസിക്കുകളൊക്കെ ഇതിനകത്തും വരും. പക്ഷേ മെയിൻ അനിരുദ്ധ് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇനി എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത്, അത് ഇന്ത്യൻ എന്ന് പറയുന്ന ഫസ്റ്റ് സിനിമയാണ് എന്നെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മെയിൻ കാര്യം. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ, ഇപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമെന്നല്ല, എന്നാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ സിനിമ, ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ഒരു ടൈമിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ്, ആ ഒരു സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ്, ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ രണ്ടാം വരവ് അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം ഈ സിനിമ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വയസ്സൊരു വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ, ഇപ്പം കഥ നടക്കുന്ന പോലെ കാണിക്കുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏകദേശം ഒരു 90 അത്രയും വയസ്സിന് മുകളിലുണ്ടാവും. അപ്പോൾ ശങ്കരൻ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു, അന്ന് സിനിമ എഴുതുന്ന സമയത്ത് ഇതിനൊരു സീക്വൽ 28 വർഷത്തിന് ശേഷം ഞാൻ ഉണ്ടാക്കുമെന്ന് പുള്ളി വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് മെയിൻ കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പടത്തിനൊരു ശിവാജി ഫ്ലേവർ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ശിവാജി എന്ന് പറയുന്ന സിനിമയും അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ഒരു പോയിന്റിൽ ഇന്ത്യയിലുള്ള എൻറ്റയർ കറപ്ഷനാണ് അത് മാറ്റുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ഫസ്റ്റ് പടത്തിൻ്റെ ഇമ്പാക്റ്റിന് മുകളിൽ ശങ്കർ ഒരു സാധനം തരും, ഒരു പ്രോഡക്റ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, അതാണ് ഈ ഒരു സിനിമയിലേക്ക് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. നിങ്ങൾ പടം ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു പടത്തിലേക്ക് എക്സൈറ്റഡ് ആണ് അതും കമൻറ്റ് ചെയ്യാം.